welcome back to my channel, Minshas World. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് വളരെ ടേസ്റ്റി ആട്ടോ. അപ്പോൾ ഇതിന്റെ പേരാണ് Oreo Ice Candy. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കേണ്ടതുള്ളൂ. 3 ഇൻഗ്രീഡിയൻസ് ഉള്ളു കേട്ടോ ഇതിന്. അപ്പൊ എല്ലാവരും ഇത് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫ്രണ്ട്സ്. അപ്പൊ ഫസ്റ്റ് ഞാനിവിടെ 8 ഓറിയോ ബിസ്ക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ബിസ്ക്കറ്റും ക്രീമും വറുത്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് 50 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 200 ഗ്രാം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ അളവുകളൊക്കെ കൃത്യമായിരിക്കണം. ഇനി നമ്മുടെ വിപ്പിംഗ് ക്രീം ഫ്ലഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. ഫ്ലഫി ആവണം കേട്ടോ, നല്ല ഫ്ലഫി ആവണം. അപ്പം നമ്മൾ ഇത് നന്നായി ഫ്ലഫി ആക്കണം. നിങ്ങളുടെ അടുത്ത് വിസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എഗ് ബീറ്ററും ഉപയോഗിക്കാം. അപ്പോൾ കൂടുതൽ ഫ്ലഫി ആയി വരും. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇത് വളരെ ഫ്ലഫി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടേതും ഇതുപോലെ ഫ്ലഫി ആവണം. ഇനി നമ്മുടെ ഓരോ ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും മിക്സ് ആക്കിയത് നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പൊ ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 10 ഓറിയോ ബിസ്ക്കറ്റ് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഇത് ഫൈനായിട്ട് പൊടിക്കണ്ട. നമ്മളിങ്ങനെ തൊട്ട് വെക്കുമ്പോൾ നമുക്ക് തരി പോലെ തോന്നിയാൽ മതി. ഇനി നമ്മുടെ പൊടിച്ച് വെച്ച ഓറിയോ ബിസ്ക്കറ്റ് നമ്മുടെ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ ഞാൻ ഇത് ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല. തരി പോലെ ആവുന്ന ഇതാണ് ഞാൻ പൊടിച്ചിട്ടുള്ളത്. ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഓറിയോ മിക്സ് നമ്മുടെ ട്രേയിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ക്രീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 3 to 5 hours ഇതൊന്ന് ഫ്രീസ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പൊ 5 മണിക്കൂറിന് ശേഷം നമ്മുടെ ഈ ഒരു ക്രീം ഫ്രീസ് ചെയ്ത് സെറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ ഇതിന് പറയുന്നത് ഓറിയോ ഐസ്ക്രീം സാൻഡ്വിച്ച് എന്നല്ലേ. ഇത് സാൻഡ്വിച്ച് ആവണമെങ്കിൽ നമ്മളുടെ ഓറിയോ ക്രീമിന്റെ മുകളിലും താഴെയിലും ഈ ഒരു ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കണം. ഇതേപോലെ. അപ്പൊ നമ്മുടെ ഓറിയോ ഐസ്ക്രീം ബിസ്ക്കറ്റ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ ടേസ്റ്റി ആണ്. നമ്മൾ കുട്ടികൾക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും. ഇത് അടിപൊളിയാട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.